വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അതിശയമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. ചട്ടമ്പി സ്വാമികൾക്ക് മറുപടി എന്ന സീരീസ് നമ്മൾ തുടരുകയാണ്. ഈ സീരീസിൽ ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു 1-ാം അധ്യായത്തെ നമ്മൾ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തിരിച്ചു. അതിലെ 1-ാമത്തെ കാറ്റഗറിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞു. ഇന്ന് 2-ാമത്തെ കാറ്റഗറിയിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. 1-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. ഈ മലയാളം PDF നിങ്ങൾക്ക് archive.org ലഭ്യമാണ്. ചട്ടമ്പി സ്വാമികൾ എഴുതുന്നത്, യഹോവ ആദ്യം ശുദ്ധജ്ഞാനമില്ലാത്ത അജ്ഞാനബന്ധമുള്ളവരായിട്ട് തന്നെ 2 മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരുടെ സമീപത്തിൽ ഉപയോഗമില്ലാത്ത ഒരു വൃക്ഷത്തെ വെച്ചുണ്ടാക്കുകയും അതിന്റെ കനിയെ തിന്നുപോകരുതെന്നും ന്യായം കൂടാതെ ഒരു കൽപ്പന അവർക്ക് കൊടുക്കുകയും പിശാചിനെ നശിപ്പിച്ചു കളയുകയോ വിലക്കി നിർത്തുകയോ ചെയ്യാതെ ഭൂമിയിൽ ജീവന്മാരെ പരീക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തി വിടുകയും ആ ആദിമ മനുഷ്യർ ബുദ്ധിമോഹത്താലും വിഷയച്ചാലും പിശാചിന്റെ ദുർബോധനയാലും കൽപ്പനയെ ലംഘിച്ച് പാപികളായി പോവുകയും ചെയ്തു. അനന്തരം വേറെ ഒരു യാതൊരു മാർഗവും നോക്കാതെ ആ പാപികളുടെ സന്താന രൂപമായിട്ട് തന്നെ പിന്നെയും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് എല്ലാ ജീവന്മാരും പാപികളായി തീർന്നു. ചട്ടമ്പി സ്വാമികളുടെ ഈ ഓരോ വരികളും അദ്ദേഹത്തിന്റെ ബൈബിളിനെ പറ്റിയുള്ള അജ്ഞതയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് വരി വരിയായിട്ട് ഇത് അടിസ്ഥാനപരമായ ഒരു ഉപദേശമായിരിക്കുന്നത് കൊണ്ട്, അടിസ്ഥാനപരമായ ബൈബിളിന്റെ ഒരു തത്വമായിരിക്കുന്നത് കൊണ്ട് വരി വരിയായിട്ട് തന്നെ നമുക്ക് അതിനെ ഒന്ന് എടുത്തു നോക്കാം. ചട്ടമ്പി സ്വാമികൾ പറയുന്നത്, ആദ്യമേ ദൈവം സൃഷ്ടിച്ചത് 2 ശുദ്ധജ്ഞാനമില്ലാത്തവരും അജ്ഞരുമായിട്ട് 2 പേരെ ആയിരുന്നു എന്നുള്ളതാണ്. ആദം ഹവ്വമാർ ശുദ്ധജ്ഞാനമില്ലാത്തവരോ അജ്ഞരോ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത്, ദൈവം ആദിമ മനുഷ്യരെ ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചത് സ്വന്തം സ്വരൂപത്തിലാണ്. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കുക, അതിനെ ഗവേൺ ചെയ്യുക, ഈ ഭൂമിയെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലെയും ഗവേൺ ചെയ്യുക, അതിനെ ഭരിക്കുക എന്നുള്ളതായിരുന്നു. അപ്രകാരം ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുകയും ഇത്രമാത്രം വലിയൊരു ദൗത്യം അവർക്ക് കൊടുക്കുകയും ചെയ്തുവെങ്കിൽ അവർക്ക് അതിനുള്ളതായ ജ്ഞാനവും അറിവും ദൈവം കൊടുത്തിരിക്കണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ചെയ്ത ചില പ്രവൃത്തികള് ബൈബിള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ആദത്തെ ദൈവം സൃഷ്ടിച്ച് ആദത്തെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ പേരിട്ടത്. ദൈവം ആദത്തെ പേര് പഠിപ്പിച്ച് ആദത്തെ കൊണ്ട് പറയിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആദത്തിന് അതിനുള്ള അധികാരം കൊടുക്കുകയാണ്. നമ്മൾ ഓർക്കണം, വിശുദ്ധ ബൈബിളിൽ പേര് എന്ന് പറയുമ്പോൾ അത് ഒരു ഐഡന്റിഫയർ, ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഐഡന്റിഫയർ അല്ല. വിശുദ്ധ ബൈബിള് പേര് പറയുമ്പോൾ ആ പേര് അവരുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതയോ ചൂണ്ടിക്കാട്ടുന്നതാണ്. അപ്രകാരമാണ് ആദം സകല ജീവജാലങ്ങൾക്കും പേരിടുന്നത്. അതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സ്വഭാവത്തിന് അനുരൂപമായിട്ടുള്ള ഒരു പേരാണ് ആദം ഇടുന്നത്. ഇത് ആദം ഇട്ട എല്ലാ പേരുകളും നമുക്ക് തന്നിട്ടില്ലെങ്കിലും ആദം സ്ത്രീയെ കാണുമ്പോൾ, തന്റെ ജീവിത പങ്കാളിയായ സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീക്കിടുന്ന ഒരു പേരുണ്ട്. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ നാരി എന്നാണ് ആദം ആദ്യം പേരിടുന്നത്. അഥവാ ഹവ്വ സൃഷ്ടിക്കപ്പെട്ട വിധമേതോ അപ്രകാരം ഉചിതമായ ഒരു പേരാണ് ആദം ആദ്യം സ്ത്രീക്ക് ഇടുന്നത്. ഹവ്വ എന്നുള്ള പേരിടുന്നത് പിന്നീടാണ്. അതിലേക്ക് നമ്മൾ വരും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ആദം പേരിടുന്ന രീതി എന്ന് പറയുന്നത് വെറുതെ ഒരു ഐഡന്റിഫയർ അല്ല. അത് ആ പേരിട്ട കാര്യത്തിന്റെ സ്വഭാവത്തെയോ
അല്ലെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ട വിധത്തെയോ അതിന്റെ ഏതെങ്കിലും പ്രകൃതിക്ക് അനുസരമായ കാര്യങ്ങളെയോ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആദം പേരിട്ടത്. എന്ന് പറഞ്ഞാൽ ആദത്തിന് ഈ സകല ജീവജാലങ്ങളുടെയും അർത്ഥം അറിയാമായിരുന്നു. ആദം ഹൗവയും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തുല്യമായ കഴിവുകളോടും ബുദ്ധിയോടും കൂടെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്രകാരമാണെങ്കിൽ അവർ ശുദ്ധജ്ഞാനമില്ലാത്തവരാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ പറയുന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കുവാനായിട്ട് സാധ്യമല്ല. ഞാൻ പറഞ്ഞു, പിന്നീട് ആദം ഇട്ട പേര് ഹൗവ എന്നാണ് സ്ത്രീക്ക്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലാണ് ആദം സ്ത്രീക്ക് ഹൗവ എന്ന് പേരിടുന്നത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദം ഹൗവമാര് പാപം ചെയ്തു. പാപം ചെയ്തതിന് ശേഷം ദൈവം ഓരോരുത്തർക്കും അവരുടെ ശിക്ഷാവിധികൾ വിധിച്ചു. കൂട്ടത്തിൽ ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആദം ഇപ്പോൾ പാപം ചെയ്ത് മരണത്തിന് ശിക്ഷാവിധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദത്തിനറിയാം ഇനിയും രക്ഷ വരാൻ പോകുന്നത് സ്ത്രീയുടെ സന്തതിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ വാഗ്ദാനം കേട്ടുകഴിഞ്ഞതിന് ശേഷമാണ് ആദം സ്ത്രീയെ ഇവൾ സകല ജീവജാലങ്ങളുടെയും മാതാവല്ലോ, ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം മാതാവല്ലോ എന്ന് പറഞ്ഞ് പേര് മാറ്റി ഹൗവ എന്ന് വിളിക്കുന്നു. ആ വിശ്വാസത്താൽ ആദം ആ പേരിട്ടപ്പോൾ തന്നെ ദൈവം അവർക്ക് അവരെ കവർ ചെയ്യാൻ വേണ്ടി അവർക്ക് തോലുകൊണ്ടുള്ളൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. അത് പാപത്തിന്റെ അറ്റോൺമെന്റ് ഒരു ചിഹ്നമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ ആ പേരിടുന്ന രീതി അത് നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ പേരിടുക എന്ന് പറയുന്നത് വെറുതെ ഒരു പേരിടുന്നതല്ല. അതിന്റെ അർത്ഥവും അതിന്റെ പ്രകൃതിയും അത് ഉണ്ടാക്കിയ വിധവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് ഏറ്റവും അനുചിതമായ ഒരു പേരാണ് ആദം ഇട്ടത്. ഇപ്രകാരം ഇടാൻ കഴിവുള്ള ആദം ഹൗവമാർ അവര് ശുദ്ധജ്ഞാനമില്ലാത്തവരാണെന്നോ അജ്ഞരാണെന്നോ പറയുന്നത് 2-ാം അധ്യായം 3-ാം അധ്യായം പോലും കൃത്യമായിട്ട് വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം മാത്രമേ ദൈവം ഏതെങ്കിലും രീതിയിൽ പേരിടുന്നുള്ളൂ. 4, 5, 6 ദിവസങ്ങൾ ഒരു പേരും ദൈവം ഇടുന്നില്ല. സൂര്യനും ചന്ദ്രനും പോലും പേരിടുന്നില്ല. 2 വെളിച്ചങ്ങൾ എന്ന് പറയുന്നതല്ലാതെ അതിന് പോലും പേരിടുന്നില്ല. കാരണം എന്താണ്? അതിനെല്ലാം പേരിടാനായിട്ട് കൊടുത്തിരിക്കുന്ന മഹാദൗത്യം ആദം ഹൗവമാർക്കും അവരുടെ സന്താനങ്ങൾക്കുമായിരുന്നു. ഇന്നും നമ്മളത് തുടരുകയല്ലേ. നമ്മൾ ഓരോ സ്റ്റാർസ് കണ്ടെത്തുന്നതും നക്ഷത്രങ്ങൾ കണ്ടെത്തുമ്പോഴും നമ്മൾ അതിന് പേരിടുകയാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മുടെ ജ്ഞാനത്തിന് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ മുദ്രയാണ്. അതുകൊണ്ടാണ് ആസ്ട്രോണമിയൊക്കെ പോലെ പഠിച്ച ജോനാസ് കെപ്ലറെ പോലെയൊക്കെ ഉള്ളവർ പറയുന്നത് ഇതെല്ലാം നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. കാരണം ദൈവം നമ്മളെ അത്രമാത്രം വലിയൊരു ശുശ്രൂഷയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. ജോനാസ് കെപ്ലർ പറയുന്നത്, സിൻസ് വി ആസ്ട്രോണമേഴ്സ് ആർ ദ പ്രീസ്റ്റ് ഓഫ് ദ ഹൈയസ്റ്റ് ഗോഡ് ഇൻ ദ റിഗാർഡ് ടു ദ ബുക്ക് ഓഫ് നേച്ചർ, ഇറ്റ് ബിഫിറ്റ്സ് us to be thoughtful, not of the glory of minds, but rather above else the glory of God. ഇതേപോലെ ജോനാസ് കെപ്ലറിനെ പോലെയുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാര് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് അവരിതിനു വേണ്ടി അധ്വാനിച്ചത്. ഇന്ന് നമ്മൾ ശാസ്ത്രത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതിന്റെ പ്രയോജനത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ ആദ്യമേ അവർക്ക് ഈ പ്രയോജനങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. ആധുനിക ശാസ്ത്രത്തിന്റെ ആരംഭത്തില് അവർക്കറിയത്തില്ലായിരുന്നു ഇത് ഇത്രമാത്രം പ്രയോജനം ഉണ്ടാവുകയായിരുന്നു. അവരന്ന് പ്രവർത്തിച്ചത് വിശുദ്ധ ബൈബിൾ അവർക്ക് നൽകിയ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം അധ്യായവും 27-ഉം വാക്യവും ആദം ചെയ്തതുമായ ആ പ്രവൃത്തി, 2-ാം അധ്യായത്തിൽ ആദം ചെയ്തതുമായ പ്രവൃത്തിയുടെ തുടർച്ചയായിട്ടാണ് ഇന്നും ആ ശാസ്ത്രം നിലനിൽക്കുന്നത്, പ്രകൃതിയെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദം ഹൗവമാര് സൃഷ്ടിക്കപ്പെട്ടത് മതിയായ ജ്ഞാനവും അറിവും കൊണ്ടാണ്. അവർ പരിപൂർണരായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സർവജ്ഞാനികളായിട്ട് ഇപ്പം നമുക്ക് ആർക്കും ഒരു കാലത്തും ആകാനായിട്ട് കഴിയത്തില്ല. ആ ഒരു അർത്ഥത്തിൽ അവരുടെ ജ്ഞാനം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അറിവ് വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അവര് സൃഷ്ടിക്കപ്പെട്ട സമയത്ത് അവർ ചെയ്യേണ്ട ദൗത്യത്തിന് അനുസരണമായിട്ടുള്ള അറിവും ജ്ഞാനവും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ ചട്ടമ്പി സ്വാമികളുടെ 2-ാം ലൈനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നന്മ തിന്മകളെ പറ്റിയുള്ള അറിവുള്ള ആ വൃക്ഷം അതെന്തിനാണ് ദൈവം അവിടെ ആക്കിയത്? നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം. വിശുദ്ധ ബൈബിള് വ്യാഖ്യാനിക്കേണ്ടത് വിശുദ്ധ ബൈബിൾ വെച്ച് തന്നെയാണ്. വിശുദ്ധ ബൈബിള് വ്യാഖ്യാനിക്കേണ്ടത് വിശുദ്ധ ബൈബിള് വെച്ച് മാത്രമാണെന്നല്ല, വിശുദ്ധ ബൈബിൾ തന്നെ വിശുദ്ധ ബൈബിളിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എപ്പോഴും എഴുതുന്നത്.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിച്ചും കൂടുതലായിട്ട് പറഞ്ഞും കൊണ്ടാണ് പുറപ്പാട് പുസ്തകം വരുന്നത്. അങ്ങനെ ഓരോ പുസ്തകങ്ങളും മുമ്പുള്ള പുസ്തകങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടും അതിനോട് ചേർത്തുമാണ് വരുന്നത്. പുതിയ നിയമം വരുമ്പോഴത്തേന് അത് പഴയ നിയമത്തിന്റെ ഒരു വ്യാഖ്യാനം മാത്രമല്ല, അതിന്റെ പൂർണ്ണതയിലേക്കും എത്തിച്ചേരുകയാണ്. അപ്രകാരമാണെങ്കിൽ ഈ ഏദനിലുണ്ടായിരുന്നതായ ആ വൃക്ഷത്തിന്റെ അർത്ഥവും നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. നമ്മൾ ബൈബിളിൽ വായിച്ചു നോക്കുന്ന ഉടനെ നമ്മൾ കാണുന്നത് ദൈവം എപ്പോഴും മനുഷ്യൻ കൃത്യമായ അറിവും ജ്ഞാനവും പ്രാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. ദാവീദ് രാജാവിന്റെ മകനായ ശലോമൻ രാജാവായി ഇസ്രയേലിൽ രാജാവായി കഴിഞ്ഞതിന് ശേഷം ദൈവം ശലോമോന് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്താണ് നിനക്ക് ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ശലോമോൻ പറയുന്നത്, ദൈവമേ, ഈ നല്ലതിനെയും നന്മയും തിന്മയും അറിയുവാനുള്ളതായ ജ്ഞാനം എനിക്ക് തരണമേ എന്നുള്ളതാണ്. ശലോമോന്റെ ആ ആവശ്യത്തിൽ ദൈവം അത്യന്തധികം പ്രസാദിക്കുകയും ശലോമോൻ ചോദിച്ചതിലും ഉപരിയായിട്ട് ശലോമോന് കൊടുക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദൃശവാക്യം 4-ാം അധ്യായമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജ്ഞാനം അത് പ്രാപിക്കാൻ വേണ്ടി, അത് നമ്മൾ എല്ലാത്തിനും മീതെ ഉയർത്തുവാൻ വേണ്ടി ഒക്കെയാണ് നമ്മളോട് ഉപദേശിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബിന്റെ ലേഖനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്ഞാനത്തിൽ കുറവുണ്ടെങ്കിൽ ദൈവത്തോട് അത് ഡൗട്ട് ചെയ്യാതെ ചോദിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇങ്ങനെ ബൈബിളിൽ ഉടനീളം നമ്മളോട് ജ്ഞാനം പ്രാപിക്കാനും അറിവ് പ്രാപിക്കുവാനും ദൈവം കൽപ്പിക്കുന്നുവെങ്കിൽ ആദം ഹൗവമാരോട് മാത്രം തിരിച്ചു കൽപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രീതിയിലുള്ളതായ അറിവും ജ്ഞാനവും ബൈബിൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ നമുക്കറിയാം ഈ 2 തരം ജ്ഞാനത്തെ പറ്റിയും പറയുന്നുണ്ട്. ഒന്ന് ദൈവീക ജ്ഞാനമാണ്, മറ്റേത് പിശാചിന്റെ ജ്ഞാനമാണ്. ഒന്ന് സ്വർഗീയ ജ്ഞാനമാണ്, മറ്റേത് ലോകപ്രകാരമുള്ള ജ്ഞാനമാണ്. ഒന്ന് ആത്മാവിന്റെ ജ്ഞാനമാണ്, മറ്റേത് ജഡത്തിന്റെ ജ്ഞാനമാണ്. ഇപ്രകാരം 2 ജ്ഞാനങ്ങളുണ്ട് എന്നുള്ളത് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ 2-ാം തരം ജ്ഞാനം, അതായത് പിശാചിൽ നിന്നുള്ള, ലോകത്തിൽ നിന്നുള്ള, ജഡത്തിൽ നിന്നുള്ളതായ ജ്ഞാനത്തെ എപ്പോഴും ബൈബിൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്രകാരമാണെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബൈബിളിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആദം ഹൗവമാരോട് ദൈവം നിഷേധിക്കുവാൻ കൽപ്പിച്ചത് ലോകപ്രകാരമുള്ള ജ്ഞാനം മാത്രമായിരിക്കണം. കാരണം ആ ഒരു ജ്ഞാനത്തിനെ ദൈവം എല്ലാ കാലത്തും വിലക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം വാക്കുമാറാത്തവനും സ്വഭാവം മാറാത്തവനും ആയിരിക്കുന്നത് കൊണ്ട് ദൈവം ആദം ഹൗവമാരെയും ബൈബിളിൽ തുടർന്ന് പ്രോത്സാഹിപ്പിച്ച ജ്ഞാനത്തെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തിയ ജ്ഞാനത്തെ അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് വേറെ ഒരു ആർഗ്യുമെന്റ് കൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു ബൈബിളാണ് ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത്. സങ്കീർത്തനം 19 നമ്മൾ എടുത്തു വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ നിയമത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നുണ്ട്. ഈ ദൈവത്തിന്റെ നിയമത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുമ്പോൾ DJ ക്ലിൻസിനെ പോലെയുള്ള തിയോളജൻസ് നമ്മളോട് പറയുന്നത് സങ്കീർത്തനക്കാരൻ ഇവിടെ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലവും നിയമവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ സങ്കീർത്തനം 19 ശ്രദ്ധയോടുകൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അതിന്റെ സാമ്യവും അതിന്റെ വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സങ്കീർത്തനം 19 അതിന്റെ 7 ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ദ ലോ ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ്, റിവൈവിംഗ് ദ സോൾ. ദൈവത്തിന്റെ പ്രമാണം അത് പ്രാണനെ ജീവിപ്പിക്കുന്നതാണ്. തണുപ്പിക്കുന്നുവെന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. ജീവിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ് കൂടുതൽ യോജ്യമായിട്ട് വരുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം മരണമാണ് കൊണ്ടിരുന്നത്, ജീവനല്ല മരണമാണ്. അതുകൊണ്ടാണ് ഒരു കാരണം അതൊരു വേൾഡ്ലി വിസ്ഡമാണ്. കാരണം വേൾഡ്ലി വിസ്ഡമേ മരണത്തെ കൊണ്ടിരുത്തുള്ളൂ. ദൈവിക വിസ്ഡം, ദൈവിക ജ്ഞാനം അത് ജീവനെ നൽകുന്നതാണ്. തുടർന്ന് നമ്മൾ സങ്കീർത്തനം 19-ന്റെ 7 വായിക്കുന്നുടനെ ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് ഈസ് ഷ്യൂർ, മേക്കിംഗ് വൈസ് ദ സിമ്പിൾ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ ജ്ഞാനികളാക്കാൻ മതിയായതാണ് ദൈവത്തിന്റെ പ്രമാണം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഹൗവ നന്മതിന്മകളുടെ വൃക്ഷത്തെ പറ്റി ചിന്തിച്ചത്. എന്നാൽ ആ ജ്ഞാനം
മറ്റൊരു തരത്തിലുള്ള ജ്ഞാനമായിരുന്നു എന്ന് ഹൗവ മനസ്സിലാക്കി. ആദാം ഹൗവമാര് പിന്നീട് മനസ്സിലാക്കി. എന്നാൽ രണ്ടും ജ്ഞാനത്തെ കൊടുക്കുവാൻ തക്ക മതിയായതാണ്. ഒന്ന് ലോകപ്രകാരമുള്ള ജ്ഞാനവും മറ്റത് ദൈവികമായ ജ്ഞാനവും. തുടർന്ന് നമ്മൾ സങ്കീർത്തനം വായിച്ചു നോക്കുന്നുണ്ട്. ദ പെർസെപ്റ്റ്സ് ഓഫ് ദ ലോർഡ് ആർ റൈറ്റ്, റിജോയ്സിംഗ് ദി ഹാർട്ട്. അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില് അത് കണ്ണുകൾക്ക് പ്രസാദകരമായിരുന്നു എന്ന്, ഡിലൈറ്റ് ടു ദി ഐസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് കൺമോഹത്തിന്റെ ചിഹ്നമാണ്, ജഡീക ജ്ഞാനമാണ്. അത് കണ്ണുകളെ തുറപ്പിക്കുന്നതല്ല, തുറപ്പിച്ചു, അത് മറ്റൊരു രീതിയിലേക്കാണ് തുറപ്പിക്കുന്നത്. എന്നാൽ ദൈവിക ജ്ഞാനം തുറപ്പിക്കുന്നത് വേറൊരു രീതിയിലാണ്. അത് അടുത്തത് നമുക്ക് വാക്യത്തിൽ തന്നെ കാണാം. സങ്കീർത്തനം 19:8, ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ് ഈസ് പ്യുവർ, എൻലൈറ്റനിങ് ദി ഐസ്. അത് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. എന്നാൽ ആദം ഹൗവമാര് ആ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നത് അവരുടെ ലജ്ജയിലേക്കും നഗ്നതയിലേക്കുമാണ്, അല്ലാതെ പ്രകാശത്തിലേക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വൃക്ഷം അത് ലോകപ്രകാരമുള്ള ജ്ഞാനത്തെ കാണിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, സങ്കീർത്തനം 19:9 ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ക്ലീൻ, എൻഡ്യൂറിംഗ് ഫോർ എവർ. ഇത് എന്നേക്കും നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, എന്നേക്കും ഉള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ആ ദൈവിക ജ്ഞാനം എന്ന്, ദൈവിക ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തില് നമ്മളെ ആ ജീവവൃക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് മറ്റു ജ്ഞാനം പ്രാപിച്ചുകൊണ്ടുള്ളതായ കാര്യമെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിള് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നത്, ഇത് ആ ഗാർഡനിൽ ഉണ്ടായിരുന്നതായ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് ദൈവിക ജ്ഞാനമല്ലായിരുന്നു, അത് ലോകജ്ഞാനമായിരുന്നു എന്നുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തുടർന്ന് അവർക്ക് പറ്റിയത് എന്താണ് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് പലതരം കാരണങ്ങളുണ്ട്. അവിടെ ഉണ്ടായിരുന്നതായ ആ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമല്ലായിരുന്നു, ലോകജ്ഞാനമായിരുന്നു എന്നുള്ളതിന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചതാണ്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതാണ്. അവരുടെ കണ്ണുകൾ തുറന്നു, അവരുടെ നഗ്നതയിലേക്കും ലജ്ജയിലേക്കുമാണ് കണ്ണുകൾ തുറന്നത്. അവർ അത്തിവൃക്ഷത്തിന്റെ ഇല കൊണ്ട് അവർക്ക് തന്നെയായിട്ടുള്ളൊരു വസ്ത്രം തുന്നി അവിടെ അവരെ കവർ ചെയ്യുകയാണ്. കവറപ്പാണ്. നമ്മളിപ്പോഴും അത് ഇംഗ്ലീഷില് ഒരു ഫിഗ് ലീഫ് പോലും നിനക്ക് കവർ ചെയ്യാൻ കാണുകയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ആണ് ഈ ജ്ഞാനത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ലോകജ്ഞാനത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. അത് അംഗീകരിക്കേണ്ടതിന് പകരം കവറപ്പാണ്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ കാലൊച്ച കേട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അവര് മറഞ്ഞിരിക്കുകയാണെന്ന് മാത്രമല്ല, ദൈവം അവരോട്, ആദാമിനോടും ഹൗവയോടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ചോദിക്കുമ്പോൾ പരസ്പരം അവര് പഴി പറയുകയാണ്. ഇതാണ് ഈ ലോകജ്ഞാനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ വാട്ട് അബൌട്ട്. തന്നെയല്ല, നമ്മൾ തുടർന്ന് ബൈബിളിലേക്ക് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബൈബിളും കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഈ ലോകജ്ഞാനം പ്രാപിച്ചതായ ആളുകളെല്ലാം അവരുടെ എല്ലാം പല പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. കായനിലേക്ക് വരുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, തനിക്ക് സന്മാർഗികമായ ഒരു ഉത്തരവാദിത്തമേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കായനോട് നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ സന്മാർഗികമായ മോറലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് കായൻ വിസമ്മതിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നുടനെ നമ്മൾ വീണ്ടും കാണുന്നത് ദൈവമായിട്ട് തന്നെ മനുഷ്യൻ ആകാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ ലോകജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ആ ജ്ഞാനമാണ് ആ ദൈവം നിഷേധിച്ചത്, ആ ഗാർഡൻ ഓഫ് ഈഡനിൽ ദൈവം നിഷേധിച്ചത്. മറ്റേ ജ്ഞാനം ദൈവം ഒരിക്കലും ഒരാൾക്ക് പോലും വിശുദ്ധ ബൈബിളിൽ, ദൈവിക ജ്ഞാനം ഒരാൾക്ക് പോലും വിശുദ്ധ ബൈബിളിൽ നിഷേധിച്ചിട്ടില്ല. അത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ആദാം ഹൗവമാര് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ല, കെയിൻ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ല. ബാബേലിന്റെ സമയമായി കഴിഞ്ഞപ്പോഴത്തേന് അവർ ആ ടവർ ഓഫ് ബാബേല് സൃഷ്ടിക്കപ്പെട്ട് ദൈവമാകാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു. മറിച്ച് നമ്മൾ ദൈവിക ജ്ഞാനം പ്രാപിച്ചവരെ പറ്റി നോക്കുകയാണെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നല്ലൊരു ഉദാഹരണമാണ്. അബ്രഹാമിനോട് സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം ചാർച്ചക്കാരെയും ഒക്കെ വിട്ടു പോകാൻ വേണ്ടി പറയുന്നുടനെ അവിടെ എടുക്കേണ്ടതായ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്.
പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, സ്വന്തം ഉത്തരവാദിത്വം അബ്രഹാം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, സ്വന്തം സഹോദരൻ, നമ്മൾ പിന്നെ തുടർന്ന് 14-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്, തുടർന്ന് ലോത്തിനെയൊക്കെ മറ്റുള്ളവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി കീഴ്പ്പെടുത്തിക്കൊണ്ട് പോയപ്പോൾ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച കായന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അബ്രഹാം പറയുന്ന, അതെ, ഞാനാണ് എന്റെ സഹോദരന്റെ കാവൽക്കാരൻ. അവനെ പോയി തിരിച്ച് അബ്രഹാം കൂട്ടിക്കൊണ്ടുവരുന്നതായ ആ ദൈവിക ജ്ഞാനമാണ് നമ്മളവിടെ കാണുന്നത്. അത് മാത്രമല്ല, ബാബേലിൽ സ്വന്തം ദൈവമാകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവിക ജ്ഞാനം പ്രാപിച്ചതായ അബ്രഹാം തന്റെ സകലതും, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ പോലും അവനും ദൈവത്തിൻ്റെതാണ് എന്ന് സമ്മതിക്കുകയാണ്. ഇപ്രകാരമാണ് ദൈവിക ജ്ഞാനവും പൈശാചിക ജ്ഞാനവും സ്വർഗീയ ജ്ഞാനവും ലോകപ്രകാരമുള്ളതായ ജ്ഞാനവും തമ്മിലുള്ളതായ വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഏദനിലുണ്ടായിരുന്നത് ലോകപ്രകാരമുള്ള ജ്ഞാനമായിരുന്നു, അതൊരിക്കലും ദൈവിക ജ്ഞാനമായിരുന്നില്ല. ദൈവിക ജ്ഞാനമായിരുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും അവർക്കത് നിഷേധിക്കത്തില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലെ സങ്കീർത്തനം 19 താരതമ്യ പഠനത്തിലൂടെയും മാത്രമല്ല, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇത് കഴിച്ചതിലുണ്ടായ പ്രത്യാഘാതങ്ങൾ നോക്കിയാലും നമുക്കത് മനസ്സിലാകാം. ഈ രണ്ടു തരം ജ്ഞാനം വിശുദ്ധ ബൈബിളിനെ മാത്രം പഠിപ്പിക്കലല്ല, അത് വിശുദ്ധ ബൈബിളാണ് പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇന്ന് നമുക്കത് ആന്ത്രപ്പോളജിയിൽ നിന്നും അതിനുള്ള തെളിവുകളുണ്ട്. 2-ാം ലോക മഹായുദ്ധത്തിന് നമുക്കറിയാം, ജപ്പാൻകാരും അമേരിക്കക്കാരും രണ്ട് ചേരിയിലായിരുന്നു. ജപ്പാനിലെ സൈനികരെ അമേരിക്കക്കാരെ യുദ്ധ തടവുകാരായി പിടിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ പറയും, ഞങ്ങളെ ഒന്നെങ്കിൽ കൊന്നുകളാം, നിങ്ങൾ കൊന്നുകളയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദാസന്മാരായിട്ട് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വസ്തയോടുകൂടെ നിങ്ങളെ സേവനം ചെയ്തുകൊള്ളാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളുടെ വീട്ടുകാരെ അറിയിക്കരുത്. അമേരിക്കക്കാർക്ക് ഇത് വളരെ അതിശയകരമായിട്ട് തോന്നി. കാരണം അമേരിക്കക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ജപ്പാൻകാർ അവരെ യുദ്ധ തടവുകാരായി പിടിച്ചു കഴിഞ്ഞാൽ അവരാദ്യമേ അവരോട് അപേക്ഷിക്കുന്നത്, എത്രയും വേഗം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ കുടുംബക്കാരെ അറിയിക്കുക. അപ്പൊ ഇതേപോലെയുള്ള ധാരാളം കാര്യങ്ങളിൽ അവർ വളരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് അമേരിക്കക്കാരെ വളരെ അതിശയിപ്പിച്ച് അവർ ഇതിനെപ്പറ്റി ഒരു പഠനത്തിന് വന്നു. അങ്ങനെയാണ് ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള റൂത്ത് ബെനഡിക്റ്റിന്റെ ക്രിസ്തോസ്തനം ആൻഡ് ദ സോഡ് എന്ന പുസ്തകം 1946 വരുന്നത്. റൂത്ത് ബെനഡിക്റ്റ് പറയുന്നത്, ആന്ത്രപ്പോളജിസ്റ്റ് ആയ റൂത്ത് ബെനഡിക്റ്റിന്റെ ഈ വളരെ ഗൃഹ്യമായ ഗ്രന്ഥം, അത് കഴിഞ്ഞതിന് ശേഷം ആന്ത്രപ്പോളജിയിലെ പല പഠനങ്ങളും ഇതിന്റെ ഒരു ഫുട് നോട്ടുകൾ മാത്രമാണെന്ന് പോലും നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു പഠനത്തില് റൂത്ത് ബെനഡിക്റ്റ് കാണിക്കുന്നത് 2 തരം സംസ്കാരങ്ങളുണ്ട്, 2 തരം സന്മാർഗിക രീതികളുണ്ട്. ഒന്ന്, റൂത്ത് ബെനഡിക്റ്റ് പറയുന്നത് ഗിൽറ്റ് കൾച്ചർ, കുറ്റബോധമുള്ളതായ, ഗിൽറ്റ് ഉള്ളതായ ഒരു സംസ്കാരം. 2, ഹോണർ ആൻഡ് ഷെയിം കൾച്ചർ, അവിടെ ലജ്ജയാണ് അവരെ നയിക്കുന്നത്. ജാപ്പനീസ് കൾച്ചർ ലജ്ജയിൽ അടിസ്ഥാനപ്പെട്ടതും ഷെയിമിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നുവെങ്കിൽ അമേരിക്കൻ കൾച്ചർ ഗിൽറ്റിൽ അടിസ്ഥാനപ്പെട്ടതാണ്. റബൈ ജോനാഥൻ സാക്സ് ഈ ഗിൽറ്റ് കൾച്ചറും ഷെയിം കൾച്ചറും തമ്മിൽ നല്ലതായിട്ട് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഗിൽറ്റ് കൾച്ചറിൽ അഥവാ അമേരിക്കൻ കൾച്ചറിലൊക്കെ, അന്നുണ്ടായിരുന്ന അമേരിക്കൻ കൾച്ചറിലൊക്കെ അവരുടെ ഓരോ സ്വഭാവത്തെ, അവരുടെ രീതിയെ, അവരുടെ പ്രവൃത്തികളെ ഗൈഡ് ചെയ്യുന്നത് അവരുടെ ആന്തരിക ശബ്ദമാണ്, അവരുടെ മനസാക്ഷിയാണ്. ആ നിയമമാണ് അവരെ എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണ്ട എന്നുള്ളത് നിശ്ചയിക്കുന്നത്. എന്നാൽ ഷെയിം കൾച്ചറിൽ നമ്മുടെ ഉള്ളിലെ ശബ്ദമല്ല, മനസാക്ഷിയല്ല, നിയമമല്ല നമ്മളെ യഥാർത്ഥത്തിൽ നയിക്കുന്നത്, അത് നമ്മുടെ ചുറ്റുമുള്ള സംസ്കാരമാണ്. ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചർ അല്ലാത്തതായ എല്ലാ സംസ്കാരവും, യഹൂദ ക്രൈസ്തവ സംസ്കാരം അല്ലാത്തതായ എല്ലാ സംസ്കാരവും മുഖ്യമായിട്ട് ഷെയിം കൾച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് ഹോണർ കില്ലിങ്, ഇന്ത്യയിലും ഇസ്ലാമിക് കൾച്ചേഴ്സിലും ഒക്കെ ഹോണർ കില്ലിംഗ് ഉണ്ട്. ഹോണർ കില്ലിംഗ് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ഹോണർ ആൻഡ് ഷെയിം ആണ് അവരെ നയിക്കുന്നത്. എന്നാൽ അപ്രകാരമല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരു കൾച്ചറും സംസ്കാരവും പൂർണ്ണമായിട്ട് ഗിൽറ്റ് കൾച്ചറോ ഒരു സംസ്കാരവും പൂർണ്ണമായിട്ട് ഹോണർ ആൻഡ് ഷെയിം കൾച്ചറോ അല്ല. ഇന്ന് ഇതൊരു മിക്സ് ആണ്. കാരണം ഇത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. ജപ്പാൻകാർ തന്നെ ഈ പുസ്തകം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ വളരെ ഹൃദ്യമായിട്ട് പഠിക്കുകയും, അവിടെയാണ് ഇന്നൊരു ടോപ്പ് ഹിറ്റ് ആയിരുന്നു, ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു.
റൂത്ത് ബെനഡിക്റ്റിന്റെ ഈ പുസ്തകം, ആന്ത്രോപോളജി പുസ്തകം, അവർ തന്നെ അവരുടെ സംസ്കാരത്തെ മാറ്റാനായിട്ട് ആ ബൈബിളിന്റെ സംസ്കാരത്തോട് അനുരൂപമാക്കാനൊക്കെ ശ്രമിച്ചു. ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചറാണ് ഈ ഗിൽ കൾച്ചർ പറയുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് ഓർത്തല്ല നമ്മൾ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് പരസ്യമായിട്ട് പറയാൻ തിരുത്താനും നമുക്ക് കഴിയും. കാരണം ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ചല്ലല്ലോ നമ്മൾ പോകുന്നത്. നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു, നിയമം എന്ത് പറയുന്നു എന്നനുസരിച്ചാണ്. എന്നാൽ ആ ഷെയിം കൾച്ചറിൽ തെറ്റ് പറയുക എന്ന് പറയുന്നത്, ഏറ്റു പറയുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു വളരെ ബുദ്ധിമുട്ടാണ്. ഇത് റബായി ജോനാഥൻ സാക്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻക്വിസിഷനൊക്കെ നടന്നതിന്റെ മാപ്പ് പോപ്പ് പറയും. പക്ഷെ അതിലും പൈശാചികമായ വർണ്ണ വിവേചനം, ഏറ്റവും നീചമായ ജാതി വ്യവസ്ഥ ഇവിടെ നടന്നതിന്റെ മാപ്പ് പറയാൻ ഒരു ശങ്കരാചാര്യന്മാരും എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്നുള്ളത് ഈ ഷെയിം കൾച്ചറിന്റെ ഭാഗമാണ് അവരെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഏതിന് തുടങ്ങിയതാണ്. ലോകപ്രകാരമുള്ള ജ്ഞാനമാണ് അവർക്കുള്ളത്, അല്ലാതെ ദൈവിക ജ്ഞാനമല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ജോനാഥൻ സാക്സ് പറയുന്നത് ഷെയിം കൾച്ചറിൽ കണ്ണിനാണ് പ്രധാനം, ഗിൽ കൾച്ചറിൽ കാതിനാണ് പ്രധാനം. ഉറപ്പാണല്ലോ, കാരണം നിയമമാണ് നമ്മളെ നയിക്കുന്നത്, ശബ്ദമാണ് അവിടെ പ്രധാനം, മറ്റേത് കാഴ്ചകളാണ്, ബാക്കിയുള്ളവർ എന്ത് കാണുമെന്നുള്ളത് ഓർത്താണ് പ്രധാനം. ഇങ്ങനെ ധാരാളം വ്യത്യാസങ്ങൾ ഈ ഷെയിം ആൻഡ് ഗിൽ കൾച്ചറുണ്ട്. ഈ കൾച്ചർ രണ്ട് ഇവിടുന്ന് വന്നു. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഒന്ന് ലോകപ്രകാരമുള്ള ജ്ഞാനവും മറ്റേത് ദൈവീകത്തിൽ നിന്ന് ദൈവികമായ ജ്ഞാനവുമാണ്. അടിസ്ഥാനം ദൈവികമായ ജ്ഞാനവുമാണ്. അതുകൊണ്ടാണ് ജൂഡിയോ ക്രിസ്ത്യൻ സംസ്കാരങ്ങൾ പ്രധാനമായിട്ട് ഗിൽ കൾച്ചർ ആയിരിക്കുന്നുണ്ട്. ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചർ അല്ലാത്തതായ സംസ്കാരങ്ങൾ പ്രധാനമായിട്ട് ഷെയിം കൾച്ചർ ആയിരിക്കുന്നു. ഇന്ന് അമേരിക്കയിലും അതിന് മാറ്റം വരുന്നുണ്ട്. കാരണം നിരീശ്വരവാദികളെ പോലെയുള്ള ഷെയിം കൾച്ചറിലുള്ളവര് അവിടെ വരുന്നത് കൊണ്ടാണ് ക്യാൻസൽ കൾച്ചർ വരുന്നത്. അത് ഹോണർ ആൻഡ് ഷെയിമിന്റെ ഭാഗമാണ്. അപ്പൊ അമേരിക്കൻ സംസ്കാരവും ഇന്ന് ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചറിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെത്തുന്നത് ഷെയിം കൾച്ചറിലാണ്. ഈ രണ്ട് ജ്ഞാനത്തെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് മുഖ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാമെന്നതാണ്, എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരമുള്ളൊരു തെരഞ്ഞെടുപ്പ് അവർക്ക് കൊടുത്തത്? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായിരുന്നുവെങ്കിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ അവനെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളത് ഒരു അവകാശം കൂടിയാണ് ഉണ്ടാവണം. അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്? തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാൻ കഴിയുന്നതായ സർവശക്തനായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിർബന്ധമാണ്. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം, ദൈവിക ജ്ഞാനമോ ലോകപ്രകാരമുള്ള ജ്ഞാനമോ അനുസരിച്ച് ചെയ്യാനായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ആദം ഹൗവമാര് ചെയ്തത്. അവർ ലോകപ്രകാരമുള്ള ജ്ഞാനത്തെയാണ് അവിടെ തിരഞ്ഞെടുത്ത് അവര് പാപികളായി തീർന്നത്. അതിനെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. ആ അനുസരണക്കേടിനെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. ഇവിടെ ചട്ടമ്പി സ്വാമികൾ ചോദിച്ച മറ്റൊരു ഇതിലേക്ക്, ആ ലൈനിലേക്ക് വരികയാണ്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഹിബിറ്റിംഗ് ഓർ ഡിസ്ട്രോയിങ് സൈറ്റൻ, ജെഹോവ ലെറ്റ് ഹിം ഫ്രീലി ഓൺ ദി എർത്ത് ടു ടെംപ്റ്റ് men. പിശാചിനെ എന്തിനാണ് ഇങ്ങനെ നയിച്ചത്, ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? പിശാചിന് പരിമിതികൾ ഏർപ്പെടുത്തി തന്നെയാണ് ദൈവം അവിടെ അനുവദിക്കുന്നത്. നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ 11 അധ്യായം അതിന്റെ 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പിശാചിന് വെളിച്ചദൂതന്റെ വേഷത്തിലും വരുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. വെളിച്ചദൂതന്റെ വേഷത്തിലും വരുവാനായിട്ട് കഴിയുന്ന പിശാച് എന്തുകൊണ്ടാണ് ഒരു സർപ്പത്തിന്റെ രീതിയിൽ വന്നത്? അതിന് കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം അതിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും പേരിട്ടത് ആദമാണ്. ഞാൻ അത് ഓർപ്പിച്ചു. ആദം പേരിട്ടത് അവരുടെ സ്വഭാവത്തിന് അനുസരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ആദം ആ 2 അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അവന് പറ്റിയതായ ഒരു പങ്കാളി ഇതിലൊന്നും തന്നെ കണ്ടില്ല. അപ്പൊ സർപ്പത്തിന്റെ സ്വഭാവം എന്താണെന്ന് ആദത്തിനറിയാം. സർപ്പം അനുയോജ്യമായ ഒരു പങ്കാളിയല്ലെന്നറിയാം. സർപ്പം തന്നെ ഉപദേശിക്കുവാൻ മതിയായവനല്ല എന്നറിയാം. അതുകൊണ്ട് ആണ് ദൈവം സർപ്പത്തിന്റെ രീതിയിൽ പിശാചിനെ വരുവാൻ അനുവദിച്ചത്. കാരണം സർപ്പത്തെ കാണുമ്പോൾ തന്നെ ആദാമിന് അറിയാം, ആദാമാണല്ലോ പേരിട്ടിരിക്കുന്നത്, അതാണ് സ്വഭാവം മനസ്സിലായിട്ടുള്ളതുണ്ടല്ലോ. അതിനറിയാം ഈ സർപ്പം നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവനാണ്. സ്വന്തം പാർട്ട്ണറായിട്ട് കഴിയുവാനായിട്ട് കഴിയത്തില്ല. അതിന് മതിയായതായിട്ട് കൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്രകാരമായിരിക്കുന്നത് കൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലും
ഒഴിവഴിയില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമാണ് ദൈവം അനുവദിച്ചെന്ന് ഓർക്കണം. അല്ലാതെ ചട്ടമ്പിസ്വാമികൾ പറയുന്ന മാതിരി ഇഷ്ടം പോലെ പോകാനൊന്നും പിശാചിനെ ദൈവം അനുവദിച്ചിട്ടില്ല. ഇവിടെ ചട്ടമ്പിസ്വാമികൾ ചോദിച്ച മറ്റൊരു ചോദ്യത്തിനോട് വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചട്ടമ്പിസ്വാമികൾ പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ പാപിയായി കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ തന്നെ ദൈവം തലമുറയായിട്ട് വരുവാനായിട്ട് ദൈവം അനുവദിച്ചു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പാപികളായി എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം തെരഞ്ഞെടുത്ത് കഴിയുന്ന തന്നെ അവര് തെറ്റായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ ഉടനെ തന്നെ ദൈവം അവരെ കൊന്നുകളയുകയാണോ വേണ്ടത്? അല്ല. ദൈവം അവരെ ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം കൊടുത്തതിന് ശേഷം അതിലൂടെ അവർ രക്ഷയെ കൊണ്ടുവരികയാണ്. ക്രിസ്തുവായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിലൂടെ രക്ഷയെ കൊണ്ടുവരികയാണ്. ഇന്ന് അതുകൊണ്ട് ആദാം ഹവ്വമാർക്കുള്ളതുപോലെ തന്നെ നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുകയോ, ദൈവത്തിന്റെ ജ്ഞാനമായ ക്രൂശിലെ ക്രിസ്തുത്തെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുകയോ, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ഞങ്ങളുടെ ജ്ഞാനപദ്ധതിനനുസരിച്ച് ജീവിക്കുകയോ. ഇന്നും അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാതിരുന്നതുകൊണ്ട് ഈ രണ്ട് ജ്ഞാനങ്ങൾ തമ്മിൽ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ബൃഹത്തായ രീതികളാണ് ദൈവത്തിൻ്റെതെന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞതുപോലെ ഈ 1-ാം അധ്യായത്തിൽ ചട്ടമ്പിസ്വാമികൾ മറ്റു ചില ചോദ്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.